നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ പലരും നമ്മെ മറന്നു പോകുന്ന അനുഭവം നിത്യമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. സഹായിക്കാമെന്ന് പറഞ്ഞവരും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരും ഒക്കെ മറന്നു പോവുകയും മാറിപ്പോവുകയും ചെയ്യുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് സങ്കീർത്തനക്കാരിലൂടെ പറയുകയാണ്. 9-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല, സാധുക്കളുടെ പ്രത്യാശയ്ക്കെന്നും ഭംഗം വരികയില്ല. ദരിദ്രനെ മറന്നു പോകുന്ന ലോകം, ഇല്ലായ്മക്കാരനെ വെറുക്കുന്ന, അകറ്റി നിർത്തുന്ന, സാധുക്കളെ മാറ്റി നിർത്തുന്ന, അവഗണിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ ജീവിത സാഹചര്യങ്ങളിൽ പലരും മാറി നിൽക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, ജീവിതത്തിലേറിയ ഘട്ടനട്ടങ്ങളുടെ നടുവിൽ ആരും സഹായിപ്പാനില്ലാതപ്പോൾ സങ്കീർത്തനക്കാരൻ പാടുകയാണ്: ദരിദ്രനെ എന്നേക്കും മറന്നു പോകാത്തൊരു ദൈവം. അതുമാത്രമല്ല, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയില്ല. ജീവിതത്തിൽ ഒരു വലിയ പ്രതീക്ഷ അവിടെ ലഭിക്കുകയാണ്, ഒരു വലിയ പ്രത്യാശ അവിടെ ഉണ്ടാകുകയാണ്. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയില്ല. നമ്മുടെ ജീവിതത്തിൽ പലരും അകന്നു മാറുമ്പോൾ, പലരും വെറുക്കുമ്പോൾ, ഒരുപക്ഷെ ഒറ്റപ്പെടുത്തൽ അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഏറെ ആശ്വാസം നൽകുന്ന, ഏറെ സന്തോഷം നൽകുന്ന ഒരു വാഗ്ദത്തമായി, മറുപടിയായി നമുക്കിതിനെ ഉപയോഗിക്കാം. എന്ത്? ദരിദ്രനെ എന്നേക്കും മറന്നു പോകാത്തൊരു ദൈവം. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരുത്താത്ത, അവരെ ആവശ്യങ്ങളുടെ മേൽ കരുണ കാണിക്കുന്ന, അവരെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും വിടുതലുകളും നൽകുവാൻ ഈ ദിവസങ്ങൾ നമുക്ക് ദൈവത്തോടടുത്ത് വരാം. ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ, ഒരു പകലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ, നമുക്കേറെ പ്രത്യാശയോടെ, ഏറെ പ്രതീക്ഷയോടെ, അതിനുപരിയായി ഏറെ ദൈവിക വിശ്വാസത്തോടെ ദൈവത്തോടടുത്ത് ചെല്ലാം. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.